നമസ്കാരം. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞു ബൂമ്ര ഒഴിച്ചുള്ള ബോളേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ ദിവസം അങ്ങനെ അല്ലായിരുന്നു. പ്രസിദ്ധ് കൃഷ്ണ 3 വിക്കറ്റ് ഇട്ടു, മുഹമ്മദ് സിറാജ് 2 വിക്കറ്റ് ഇട്ടു, നന്നായിട്ട് ബോൾ ചെയ്തു. മൊത്തം 5 വിക്കറ്റ് അവരുടെ സൈഡിൽ നിന്ന് വന്നപ്പോൾ തന്നെ ബൂമ്രയുടെ ലോഡ് കുറഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ച് നല്ലൊരു ദിവസമായിരുന്നു ബോളിങ്ങിൻ്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഫീൽഡിങ് വളരെ മോശമായിരുന്നു. പടു കേവലമായിട്ടുള്ളൊരു ഫീൽഡിംഗ് ആയിരുന്നു. എത്ര ക്യാച്ച് കളഞ്ഞത്, ജയ്സ്വാൾ ക്യാച്ച് കളഞ്ഞു, എത്ര ക്യാച്ച്, അതിനുശേഷം ഋഷഭ് പന്ത് ക്യാച്ച് കളഞ്ഞു. ഇങ്ങനെ ഇത്രയും ചാൻസസ് മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ടെസ്റ്റ് ഫോളോ ഫോർമാറ്റിൽ കിട്ടുന്ന ചാൻസസ് വളരെ റയറായിട്ടാണ് കിട്ടുന്നത്. അത് തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. എന്തായാലും ഇംഗ്ലണ്ട് 465 എന്ന് പറഞ്ഞൊരു സ്കോറിലേക്ക് എത്തി. ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 റൺസിൻ്റെ ലീഡ് കിട്ടി. സൈക്കോളജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6 റൺസ് ആണെങ്കിൽ പോലും ആ ഒരു ലീഡ് എന്ന് പറയുന്നത്. ബൂമ്ര 5 വിക്കറ്റ് തേച്ചു. സൂപ്പർബായിട്ടുള്ള ബോളിംഗ്, എടുത്തെടുത്ത് എന്നും പറയേണ്ട ആവശ്യമില്ല. സൂപ്പർ ബോളിംഗ്. ഇന്നത്തെ ആ ടൈലൻഡിൻ്റെ 2 വിക്കറ്റും കൂടെ എടുത്തിട്ട് ബൂമ്ര അവരുടെ ഇംഗ്ലണ്ട് ഇന്നിങ്സ് ഫിനിഷ് ചെയ്തു. ഇനി മറുവശത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാരി ബ്രൂക്ക് സൂപ്പർബായിട്ട് ബാറ്റ് ചെയ്തു. 99 റൺസ് എടുക്കാൻ പറ്റിയുള്ളൂ. ഔട്ടായി പോയി നിർഭാഗ്യവശാൽ. പക്ഷേ കറേജിയസ് ആയിട്ടുള്ള വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ്. സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ മതി. ആ ഒരു ഇന്നിങ്സിൻ്റെ 112 ബോളിലാണ് 99 റൺസ് അടിക്കുന്നത്. സൂപ്പർ ബാറ്റിംഗ്. അതാണ് ഒരു പേസ്, ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിങ്ങിൻ്റെ ഒരു പേസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കൂട്ടത്തിൽ മിഡിൽ ഓർഡറിലുള്ള അവരുടെ മറ്റ് ബാറ്റ്സ്മാരും കോൺട്രിബ്യൂട്ട് ചെയ്തു. ബാഡൻ കാർസ് കോൺട്രിബ്യൂട്ട് ചെയ്തു, ക്രിസ് വോക്സ് കോൺട്രിബ്യൂട്ട് ചെയ്തു, ജാമി സ്മിത്ത് 38 റൺ അടിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇന്ത്യക്ക് ഇല്ലാതെ പോയത് ഇതാണ്, ഒരു ടൈലൻഡ് കോൺട്രിബ്യൂട്ട് ചെയ്യാതിരുന്നത്. പക്ഷേ ഇംഗ്ലണ്ടിന് അത് സാധിച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇംഗ്ലണ്ടിൻ്റെ പെട്ടെന്ന് വിക്കറ്റ് പോകാനുള്ള റീസൺ അവരുടെ അഗ്രസീവായിട്ടുള്ള ഒരു അപ്രോച്ച് കൂടിയാണ്. കാരണം അവർ അത്ര അഗ്രസീവായിട്ടാണ് പെട്ടെന്ന് സ്കോർ ചെയ്യുക, പേഴ്സണൽ സ്കോർ ചെയ്യുക എന്നുള്ളൊരു അപ്രോച്ച് അവരുടെ ഉണ്ടായിരുന്നു എല്ലാ ബാറ്റ്സ്മാൻമാരും. സോ അതും ഒരു റീസണാണ് ഇന്ത്യക്ക് പെട്ടെന്ന് വിക്കറ്റ്സ് കിട്ടാനായിട്ട്. ഇനി ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ജയ്സ്വാൾ എത്ര ക്യാച്ച് വിട്ടുകൊടുത്തിട്ടും ഇംഗ്ലണ്ട് ജയ്സ്വാളിൻ്റെ ഫസ്റ്റ് ക്യാച്ച് തന്നെ പിടിച്ചു. പെട്ടെന്ന് തന്നെ ജയ്സ്വാൾ ഔട്ടാവേണ്ടി വന്നു. പക്ഷേ KL രാഹുലിൻ്റെ ഇന്നത്തെ ബാറ്റിംഗ് സൂപ്പറായിരുന്നു. ക്ലാസിക് ബാറ്റിംഗ്, അതൊരു ടെക്സ്റ്റ് ബുക്ക് സ്റ്റൈലിലുള്ള ബാറ്റിംഗ്. എല്ലാ ഷോട്ട്സും സൂപ്പറായിരുന്നു. കവർ ഡ്രൈവ് ഒക്കെ അടിച്ച് അടിപൊളിയായിരുന്നു. എനിക്കൊന്ന് കുറേ കവർ ഡ്രൈവ് അടിച്ചു. അതുപോലെ തന്നെ സ്ട്രൈറ്റ് ഡ്രൈവ്സ് സൂപ്പറായിട്ടുള്ള ഒരു അടിത്തറ. രണ്ടാമത്തെ ഇന്നിങ്സിൽ ഇന്ത്യയുടെ ഒരു അടിത്തറ KL രാഹുൽ എന്തായാലും കെട്ടിപ്പൊക്കി. അതുപോലെ തന്നെ സായ് സുദർശൻ 30 റൺ അടിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഒരു പ്രോമിസ് നമുക്ക് തന്നു, ഇനി മുമ്പോട്ട് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്ട്രൈക്ക് റേറ്റിൽ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ കളിച്ചു. പക്ഷേ ബെൻ സ്റ്റോക്സിൻ്റെ വീണ്ടും തന്ത്രപരമായിട്ടുള്ളൊരു ഫീൽഡ് പ്ലേസ്മെൻറ്റിൽ സായ് സുദർശൻ ഔട്ടായി. കുറച്ച് ഓഫ് ബാലൻസ് ആയിപ്പോയി ആ ഷോട്ട്. അത് കറക്റ്റായിട്ട് ആ ഫീൽഡിനെ പ്ലേസ് ചെയ്ത് ബ്രില്യൻ്റ് ആയിരുന്നു ആ വിക്കറ്റ് എടുത്തത് ബെൻ സ്റ്റോക്സിൻ്റെ സൈഡിൽ നിന്ന്. സോ എന്തായാലും കളി അവസാനിക്കും. ഇന്ത്യക്ക് ഇപ്പോൾ 96 റൺസിൻ്റെ ലീഡുണ്ട്. ഇനി നാളത്തെ ദിവസത്തെ സംബന്ധിച്ച് വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം. കാരണം ഇന്ത്യ എത്ര സ്കോർ ചെയ്യും എന്നുള്ളത് വളരെ നിർണായകമാണ്. ഇന്ത്യക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ, ഒരു 400+ സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യം. ഇനി പറ്റിയാൽ തന്നെ എത്ര റൺസിൽ ഇന്ത്യക്ക് ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഇന്ത്യയുടെ ക്യാപ്റ്റനും അതുപോലെ കോച്ചൊക്കെ ഡിസൈഡ് ചെയ്യേണ്ട വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എത്ര റൺസ് ഇംഗ്ലണ്ട് ടാർഗറ്റ് കൊടുക്കാൻ പറ്റും. ഇംഗ്ലണ്ട് വളരെ ഒരു പ്രത്യേകതയുള്ളൊരു ടീമാണ്. ബസ്ബോൾ കളിക്കുന്ന ഒരു ടീമാണ്, അഗ്രസീവായിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. ഒരു 400 കൊടുത്താൽ അവർ അടിച്ച് ജയിക്കുമോ, ഒരു 100 ഓവേഴ്സും കൊടുത്താൽ അവർ അടിച്ച് ജയിക്കുമോ അറിയില്ല. ഒരു 450 തികയോ, 400 തികയോ, എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ഇന്ത്യ അത് വളരെ ശ്രദ്ധാപൂർവ്വം എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. അഥവാ ഇന്ത്യക്ക് 400+ അടിക്കാനുള്ളൊരു സംഭവം ഉണ്ടാവണം, ബാറ്റിംഗ് എത്രയും നന്നായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എത്ര റണ്ണിൽ ഡിക്ലെയർ ചെയ്യണം എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ട് തിരിച്ച് ഇന്ത്യ ഒരു 300-നുള്ളിൽ ലീഡ് ഒതുക്കാനായിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്യും. പക്ഷേ അങ്ങനെ വരാനായിട്ട് സാധ്യതയില്ല. ഇന്ത്യ എന്തായാലും ഒരു 400+ അടിക്കാൻ തന്നെയാണ് സാധ്യത. 400+ അടിക്കുകയാണെങ്കിൽ ഒരു 450 കൂടിക്കും. ഒരു 450 ടാർഗറ്റ് നാളത്തെ അവസാനത്തെ സെഷൻ പാതിക്ക് വെച്ചിട്ട് ഇംഗ്ലണ്ടിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90 to 100 ഓവേഴ്സ് ഇംഗ്ലണ്ടിൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ 450 ചേസ് ചെയ്യും. തീർച്ചയായിട്ടും അവർ ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അവർ ട്രൈ ചെയ്യും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നാളത്തെ ദിവസം. അതുപോലെ തന്നെ ഫൈനൽ ഡേ അതിലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആൻഡ് വൺ മോർ തിങ്, ഇംഗ്ലണ്ടിൻ്റെ ക്രൗഡ് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രൗഡാണ്. അവർ ആ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിനെ എൻജോയ് ചെയ്യുന്നത് കാണാൻ തന്നെ രസമാണ്. അവരുടെ ആ ഒരു സൗണ്ടും അവർ ഓരോ ഷോട്ട്സിനും ഓരോ ബാറ്റ്സ്മാൻമാരും സെഞ്ചുറി അടിക്കുമ്പോഴും 50 അടിക്കുമ്പോഴും വിക്കറ്റ്സിനുമൊക്കെ അവർ ചെയർ ചെയ്യുന്ന രീതിയും അവരുടെ ഒരു ക്രിക്കറ്റിംഗ് കൾച്ചർ, അവരുടെ ആ ഒരു സ്പെക്ടേറ്റേഴ്സ് ഒരു കൾച്ചർ ഒരു രക്ഷയില്ല. സൂപ്പർ തന്നെയാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടോ, ടെസ്റ്റ് ക്രിക്കറ്റിനൊക്കെ കാണാനായിട്ട് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, നമുക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരും. അതൊരു ക്ലാസിക് ആയിട്ടുള്ള ഒരു ക്രൗഡാണ്. അതിനകത്ത് കുറേ ഒരു സെക്ഷനിൽ തന്നെ വളരെ അഗ്രസീവായിട്ടുള്ള ഇംഗ്ലണ്ട് കാണികളുണ്ട്. ആഷസിലൊക്കെ നമുക്കറിയാം ഭയങ്കര അഗ്രസീവായിട്ട് സ്ലെഡ്ജ് ചെയ്യുന്ന ഏതൊരു ടീമിൻ്റെ പ്ലേയേഴ്സിനെയൊക്കെ വല്ലാതെ മൂവ് ചെയ്യുന്നൊക്കെ ഉള്ള ക്രൗഡും ഉണ്ട്. അതുപോലെ തന്നെ വളരെ മെച്ചുറായിട്ട് വളരെ ഇൻ്റലക്ച്വലായിട്ട് കളിയെ കാണുന്ന ഒരു ടൈപ്പ് ക്രൗഡ്സും ഉണ്ട്. എന്തായാലും ആ ഒരു ആംബിയൻസ്, ആ ഒരു ഗ്രൗണ്ടിലുള്ള ആംബിയൻസ് സൂപ്പറായിരുന്നു. അത് എടുത്ത് പറയേണ്ടതായിട്ടുണ്ടെന്ന് തോന്നി. അപ്പോൾ നാളത്തെ ദിവസത്തെ മാച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നാളത്തെ മാച്ചിൻ്റെ റിവ്യൂമായിട്ട് കാണുന്നതിന് വരെ ബൈ.